Hi everyone, it's me Momsy. Welcome to day 2 of Self-Love Evolution Challenge. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്റേണൽ ഡയലോഗ്സിനെ കുറിച്ചിട്ടായിരുന്നു. സോ ഇന്നലത്തെ സെഷൻ കണ്ടവരോടും അതുപോലെ തന്നെ ടാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്തവരോട് എനിക്ക് വളരെയധികം റെസ്പെക്റ്റ് ഉണ്ട്. ബിക്കോസ് യു ഹാവ് ടേക്കൺ ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് പറയുന്ന ഒരു കംപ്ലൈൻറ്റിനെ കുറിച്ചിട്ടാണ്. എനിക്കൊന്നിനും സമയമില്ല. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം പ്രഷർ, വീട്ടമ്മയാണെങ്കിൽ വീട്ടുജോലികൾ, വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓഫീസ് ഡ്യൂട്ടി, ഇതിനിടയിൽ എനിക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാൻ സമയമില്ല എന്ന് നമ്മൾ കരുതും. ബട്ട് ലിസൺ ടു മീ കെയർഫുള്ളി. നമുക്ക് സമയമില്ലാത്തതല്ല, നമ്മൾ നമ്മളുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നതാണ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ഹൗ ടു റിക്ലെയിം യുവർ ടൈം വിത്തൗട്ട് ഫീലിംഗ് ഗിൽറ്റി. സോ ഇന്ന് നമ്മൾ നമ്മളുടെ സമയം തിരികെ പിടിക്കാൻ നമുക്ക് തന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, വിത്തൗട്ട് ഗിൽറ്റ് ആൻഡ് വിത്തൗട്ട് എനി പ്രഷർ. സോ നമ്മളിൽ പലപ്പോഴും ബിസി ആയിരിക്കുന്നതിന് ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കാണാറുണ്ട്. എനിക്ക് സമയം കിട്ടുന്നില്ല, ഐ എം സോ ബിസി. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രൈഡ് ഫീൽ ചെയ്യും. പക്ഷേ ശരിക്കും ഒരു ദിവസം അവസാനം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? സാറ്റിസ്ഫിക്കേഷൻ ആണോ? അതായത് ആ ഒരു ദിവസത്തെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നിങ്ങൾക്ക് അവിടെ തൃപ്തി തോന്നാറുണ്ടോ? അല്ലെങ്കിൽ വെറും ക്ഷീണം മാത്രമാണോ ബാക്കി വന്നത്? ബിസി എന്നതൊരു പ്രൊഡക്റ്റീവ് അല്ല. ബിസി എന്നതൊരു ഡയറക്ഷൻ ഇല്ലാത്ത മൂവ്മെന്റ് ആണ്. പലപ്പോഴും നമ്മൾ ഡേ ബൈ ഡേ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീൽസ് കണ്ടിരിക്കുന്നത്, ഇപ്പോൾ 15 മിനിറ്റ്സ് റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു ജസ്റ്റ് ടൈം പാസ് അല്ല. നമുക്കവിടെ നമ്മളുടെ ഗ്രോത്ത് ടൈമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. സോ ഐ ഡോണ്ട് ഹാവ് ടൈം എന്നത് ഒരു സത്യമല്ല. റിയൽ ട്രൂത്ത് എന്താണെന്ന് അറിയാമോ? ഇറ്റ്സ് നോട്ട് എ പ്രയോറിറ്റി. നമ്മളവിടെ നമുക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ അവിടെ പ്രയോറിറ്റി നൽകുന്നില്ല. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പ്രയോറിറ്റി നൽകാത്തത് കൊണ്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഒരു മീ ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റാത്തത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ നിങ്ങൾ സമയം കണ്ടെത്തി അവരെ കാണാൻ വേണ്ടിയിട്ട് പോകും, അല്ലേ? എന്തുകൊണ്ടാണത്? ബിക്കോസ് ദേ ആർ എ പ്രയോറിറ്റി. അതുപോലെ തന്നെ ഈ ഒരു 21 days യു ആർ ദ പ്രയോറിറ്റി. സോ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങൾക്കിടയിലും നമുക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ദ 5-minute പവർ ബ്ലോക്ക്. പലപ്പോഴും നമ്മൾ വലിയ ടാസ്കുകൾ കണ്ട് പേടിച്ച് ഒന്നും ചെയ്യാതെ ഇരിക്കാറുണ്ട്. പകരം നിങ്ങൾ എന്ത് ചെയ്യുക? ഫോണിലൊരു അലാറം സെറ്റ് ചെയ്യുക. വെറും 5 മിനിറ്റ്, ആ 5 മിനിറ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം ചെയ്യുക. അതൊരു പേജ് റീഡ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്യുന്നതാവാം, അതുമല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കണ്ണടച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നതാകാം. സോ വൺസ് യു സ്റ്റാർട്ട് ഫോർ 5 minutes യുവർ ബ്രെയിൻ ലോസസ് ദ ഫിയർ ഓഫ് ദാറ്റ് ടാസ്ക്. തുടങ്ങുക എന്നതാണ് ഏറ്റവും വലിയ കടമ്പ ഇവിടെ. സോ ഈ 5 മിനിറ്റുകൾ ചേർന്നുണ്ടാക്കുന്നതാണ് നമ്മുടെ വലിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ടാസ്ക് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക. കഴിഞ്ഞ 24 hours നിങ്ങൾ എന്തിനൊക്കെയാണ് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തത് എന്ന് നോട്ട് ചെയ്യുക. ഇതിൽ അനാവശ്യമായിട്ട് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് ടോട്ടൽ എത്ര ടൈമാണ് നിങ്ങൾ വേസ്റ്റ് ചെയ്തത് എന്ന് നിങ്ങൾ കണ്ടെത്തുക. നാളെ മുതൽ നിങ്ങൾ ആ ഒരു ടൈം, നിങ്ങൾ വേസ്റ്റ് ചെയ്ത ആ ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക? സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഒരു 15 minutes ആണ് നിങ്ങൾ അൺവാണ്ടഡ് തിങ്സിന് വേണ്ടിയിട്ട് ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു 15 minutes നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു മീ ടൈമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ചെറിയ ചേഞ്ച് നിങ്ങളുടെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വലിയ ക്ലാരിറ്റി നൽകും. സോ ടാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഡേ ടു ഡൺ എന്ന് നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സമയം സേവ് ചെയ്യാൻ തീരുമാനിച്ച ആ ഒരു കാര്യം താഴെ ഷെയർ ചെയ്യാമെങ്കിൽ അത് മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകും. ആൻഡ് നിങ്ങളെപ്പോലെ സമയം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ സീ യു ടുമോറോ. ലെറ്റ്സ് ഗോ ബിയോണ്ട് യു.